അച്ഛാ, ഇന്ധന ലഭ്യതയിൽ ആശങ്ക വേണ്ട എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാരണം പൊതുജനങ്ങൾ വലിയ രീതിയിൽ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പല പെട്രോൾ പമ്പുകളിലടക്കം വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പല പാത്രങ്ങളിലും കണ്ടെയ്നറുകളിലടക്കം പൊതുജനങ്ങൾ ഈ ഇന്ധനം വാങ്ങിക്കൊണ്ട് പോയി സൂക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തമിഴ്നാട്ടിലടക്കം ഒരു ഉദാഹരണം കാണിച്ചുകൊണ്ടാണ് പൊതുജനങ്ങൾക്ക് ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഒരു നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ സുരക്ഷിതമില്ലാത്ത പാത്രങ്ങളിലും അതുപോലെ തന്നെ മറ്റ് കണ്ടെയ്നറുകളിലും ഇത്തരത്തിൽ ഇന്ധനം സൂക്ഷിക്കരുത്. ഇത് മറ്റ് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പാണ് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇന്ധന ലഭ്യതയെക്കുറിച്ച് ആർക്കും ഒരു ആശങ്ക വേണ്ട. കാരണം പെട്രോൾ പമ്പുകളിലടക്കം കൃത്യമായ ഇന്ധനം അവൈലബിൾ ആണ്. അത് കൃത്യമായി ജനങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ തെറ്റായ പ്രചാരണങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ജനങ്ങൾ പരിഭ്രാന്തരാകുന്നത് ഒഴിവാക്കണമെന്ന് തന്നെയാണ് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നത്. വലിയ രീതിയിൽ പരിഭ്രാന്തരായി ഈ ഗ്യാസുകളും അതുപോലെ തന്നെ പാചകവാതകം അടക്കം ബുക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഏകദേശം 88 ലക്ഷം ബുക്കിംഗ് ആണ് പാചകവാതകവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത്. ഇത് പരിഭ്രാന്തിയിൽ നിന്നുണ്ടാകുന്നതാണ്. അല്ലാതെ രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഇല്ല എന്ന് തന്നെയാണ് പെട്രോളിയം മന്ത്രാലയം ആവർത്തിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ പ്രഥമ പരിഗണന എന്ന് പറയുന്നത് ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഈ പാചകവാതകം വിതരണം ചെയ്യുക എന്നതാണ്. അതോടൊപ്പം തന്നെ വാണിജ്യ ഈ സിലിണ്ടറുകളുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എന്നുകൂടി ഇപ്പോൾ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നു. പക്ഷേ ഇതിന്റെ മുൻഗണന തീരുമാനിക്കുന്നത് അത് സംസ്ഥാനങ്ങളാണ്. ആർക്കാണ് ഏറ്റവും ആവശ്യം എന്നുള്ള മുൻഗണന പരിശോധിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളാണ് ഈ വിതരണം നടത്തേണ്ടതെന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ വലിയ രീതിയിലുള്ള തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുകയാണ്. ഡൽഹിയിലും ബംഗാളിലും കർണാടകയിലും തമിഴ്നാട്ടിലും അടക്കം ഈ ഗ്യാസ് ഏജൻസികളുടെ മുന്നിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ജനങ്ങൾ ഗ്യാസ് കിട്ടാനില്ല എന്ന പരാതികൾ പറയുന്നു. അതോടൊപ്പം തന്നെ പല ഹോട്ടലുകളടക്കം അടച്ചുപൂട്ടിയ സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ഇന്ധന പ്രതിസന്ധി ഇല്ലെന്നും പാചകവാതക പ്രതിസന്ധി ഇല്ല എന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഏകദേശം 88 ലക്ഷം ബുക്കിംഗുകൾ ഉണ്ടായി എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. പക്ഷേ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇത്തരത്തിൽ കൃത്യമായ വിതരണം അവർക്ക് ഉറപ്പാക്കും. അവർക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഇന്ധന ലഭ്യതയിൽ യാതൊരുവിധ ആശങ്കകളില്ല. അതോടൊപ്പം തന്നെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഈ പെട്രോൾ പമ്പുകൾ അടക്കം പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകി. കാരണം ഇത്തരത്തിൽ വീടുകളിലടക്കം ഈ ജനങ്ങൾ ഈ പരിഭ്രാന്തിയെ കാരണം പെട്രോളും അതുപോലെ തന്നെ ഡീസലും ശേഖരിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് കൃത്യമായി പരിശോധിച്ച് നടപടികൾ എടുക്കണം എന്നതാണ് പെട്രോൾ പമ്പുകൾക്ക് നിർദ്ദേശം നൽകുന്നത്. സുരക്ഷയില്ലാത്ത വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്ക് ഇക്കാര്യങ്ങൾ പോകുമെന്ന് ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയം നൽകുന്നുണ്ട്.